ഒരു കസ്റ്റമർക്ക് അയാളുടെ വീട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് പ്ലാനിങ് തൊട്ട് ഒരു ആൾക്കാർ അവരുടെ കൂടെ വേണമെന്നാ പറയാം. അത് ആർക്കിടെക്ട് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ. നമ്മുടെ ഒരു സേവനം എങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക്? ഒരു കസ്റ്റമർ വന്നാൽ അപ്പോൾ അവർ പ്ലോട്ട് മാത്രമായിട്ടും പലരും വരാം. യെസ്. അപ്പോൾ നമ്മൾ ആ പ്ലോട്ടിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. ലാൻഡിൽ കുറെ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ, ലാൻഡ് ക്ലിയറൻസ് തൊട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ വെല്ല്, കോമ്പൗണ്ട് വാള്, അങ്ങനെ നമ്മൾ അതിന്റെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് കിണർ തന്നെയാണ്. അവിടം തൊട്ട് അതിനുശേഷം കോമ്പൗണ്ട് വാൾ ആക്കിയതിനു ശേഷമാണ് പൊതുവെ എല്ലാവരും കൺസ്ട്രക്ഷനിലോട്ട് പോകുന്നത്. ടെമ്പററി ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്ത് കൊടുക്കും. ഡിസൈനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലാനിങ് തൊട്ടുള്ള ഡിസൈനിങ് വരും. ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തൊട്ട് ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. ശരിയല്ലേ? നമ്മളെല്ലാം മെറ്റീരിയലിന്റെയും എല്ലാ സ്പെസിഫിക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കും. ഓക്കെ. അതായത് ഇന്ന ബ്രാൻഡ്, ഇന്ന പ്രൈസ് വരുന്നു. ശരി. അപ്പോൾ കോൺക്രീറ്റിങ്ങിനാണെങ്കിൽ സ്റ്റീലിന്റെ തിക്നെസ്, അതിലെല്ലാം A to Z നമ്മൾ എല്ലാ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കും. സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് പാലിച്ചാണ് കൊടുക്കുന്നത്. ഇന്റീരിയർ എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്റീരിയർ വർക്ക് നമ്മൾ ബേസിക് ഇന്റീരിയർ ചെയ്യുന്നുണ്ട്. ഫിൽ ചെയ്തിട്ടുള്ള ഇന്റീരിയർ ഫർണിച്ചർ, അങ്ങനെ ഹോം തിയേറ്റർ, പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്യും. ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ കൊടുക്കാം. അതായത് നമ്മൾ കിണറിന്റെ കാര്യം പറഞ്ഞു, വീട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ളതാണ് ലാൻഡ്സ്കേപ്പിംഗ്. അതോട് ചേർന്ന് വരുന്ന കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ ചെയ്ത് കീ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വേണ്ടത് പ്ലാൻ, അതിന്റെ പ്ലാൻ എടുക്കുക എന്നുള്ളത്. പിന്നെ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ഒരുപാടുണ്ട്. നമുക്ക് വരുന്ന ഇലക്ട്രിക്കൽ, അതുപോലെ പ്ലംബിംഗ് ലേഔട്ട്സ്, പിന്നെ സെക്ഷൻ ഡ്രോയിങ്സ്, അതുമായിട്ട് ചേർന്ന് തന്നെ ഫർണിച്ചർ ലേഔട്ടുകൾ, ഇതെല്ലാം അതായത് ഒരു പെർമിറ്റ് ഡ്രോയിങ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. ക്ലയന്റിന് ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സർവീസും നമ്മൾ ചെയ്ത് കീയോ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ ഇതിനെല്ലാ സർവീസും നമ്മൾ ലൈഫ് ലോങ് കൊടുക്കും. നമ്മൾ മെയിൻ്റെനൻസ് സർവീസ് ഉൾപ്പെടെ കൊടുക്കും. നമ്മളൊരു വീട് ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാണല്ലോ. ആ സമയത്ത് ഇവർക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് വരുമല്ലോ, പ്ലംബിങ്ങോ വയറിങ്ങോ എന്തെങ്കിലും ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ഓരോ സ്റ്റേജിൽ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ പോയി അതിനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനത്തെ വർക്കുകൾക്ക് നമ്മൾ ഇൻഷുറൻസും കൂടി കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് അതെങ്ങനെയാണ്? നമ്മൾ ആ വീടിന് എന്തെങ്കിലും ഡാമേജ് വരാണെങ്കിൽ ആ ഇൻഷുറൻസ് കവറേജ്. എക്സ്പീരിയൻസ് എന്നുള്ള വളരെ വലിയ ഘടകമാണ്. ഇത് എത്ര വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മളൊരു 10 to 15 years ആയി. 15 കൊല്ലം. എത്ര പ്രൊജക്റ്റുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു? 200% കംപ്ലീറ്റ് ചെയ്തു. 200% കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇന്റീരിയർ അടക്കം കൺസ്ട്രക്ഷൻ, ഡിസൈനിങ്, കൺസൾട്ടിങ് ഉൾപ്പെടെ ലാൻഡ്സ്കേപ്പ്, എന്ത് കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ ചെയ്ത് കൊടുക്കാം, ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇവരുടെ ഓഫീസ് തൃശ്ശൂരാണ്. നമുക്ക് എവിടെയൊക്കെയാണ് കേരളത്തിൽ എവിടെയൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് തൃശ്ശൂർ, കൊച്ചി, കോട്ടയം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആ ഏരിയയിലാണ്. നിങ്ങൾക്ക് ഡിസൈൻ മാത്രമാണോ വേണ്ടത്? അത് കൃത്യമായിട്ട് ചെയ്തു തരും. ഇനി ഡിസൈൻ വിത്ത് ഈവൻ കൺസൾട്ടിംഗ് ആണ് വേണ്ടതെങ്കിൽ അതും വളരെ കൃത്യമായിട്ട് ചെയ്തു തരും. ഫുൾ ഡിസൈൻ അടക്കം ഒരു കീ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കും. അതിനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് കസ്റ്റമർ, അല്ലേ?